ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഫസ്റ്റ് വ്ളോഗ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായെന്ന് തോന്നിട്ടിട്ട്. ഫുള്ള് ഷോർട്സാണ് ഇടുന്നത്. സോ അപ്പോൾ നമ്മൾ ഇനി തൊട്ട് വ്ളോഗ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് പോലെയോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡ് ആയിക്കോട്ടെ. ഇന്ന് ജിമ്മിൽ ഇപ്പോൾ പോകാൻ പോവുകയാണ്. ജിമ്മിൽ ഇപ്പോൾ സമയം ഏകദേശം 9 സംതിങ് ആയി. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് ലെഗും ഷോൾഡറുമാണ്. സോ അപ്പോൾ ജിമ്മിൽ പോയിട്ട് കാണാം. ഇപ്പോൾ അഭിഷേകം ഉണ്ട്, അവൻ വണ്ടി ഓട്ടിച്ച് പഠിക്കുകയാണ്. സോ ബൈക്ക് ഇപ്പോൾ വരികയാണ്. ഫസ്റ്റ് ഇടാൻ പറയുമ്പോൾ തീരുമാനമാവും. ഒന്ന് അവിടെ പോയിട്ടൊന്ന് വളച്ചിങ്ങനെ വളച്ചു കാലോ ചുരുട്ടല്ലേ ഫസ്റ്റ് ഇട്ട് പയ്യക്കോട്. നമ്മളാരെ കളിയാക്കരുത്. ബിഗിനിങ് സ്റ്റേജ് ഞാനും ഇങ്ങനൊക്കെ ആയിരുന്നു, പക്ഷെ ഇത്രയില്ലായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് വളക്കിയാണ് ജൂലി. സോ ഗൈസ്, ജിമ്മിൽ എത്തിയിട്ടുണ്ട്. കളിയൻ വ്ളോഗ് എടുക്കുകയാണ്. സോ അപ്പോൾ പിന്നെന്താണ്, ഇന്ന് ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ മാറിനേറ്റ് ചെയ്ത വീഡിയോ എടുത്തില്ല. മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്തു തരാം. 3 മണിക്കൂറൊക്കെ എടുക്കും. സോ അതാണ് ഞാൻ ചെയ്തു വെച്ചു. ബാക്കി കുക്ക് ചെയ്യുന്നതെല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കയറുകയാണ്. അപ്പൊ ഗൈസ്, നമ്മള് ഷോൾഡർ പ്രസ് ഫസ്റ്റ് സെറ്റ് ചെയ്യുക. അറിയാല്ല, ഇരുന്നിട്ട് ആർണോൾഡ് പ്രസ് അല്ല, ഷോൾഡർ പ്രസ് ഫസ്റ്റ് 12.5 എടുക്കുന്നത്. 3 സെറ്റ് 15 കുഴപ്പമില്ല, കാണാത് നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ്, നമ്മള് ലാറ്ററൽ റൈസ് ആണ് ചെയ്യുന്നത് ഷോൾഡറിന്റെ. കട്ട് ചെയ്താ
അപ്പൊ ഗൈസ് നമ്മള് ലെഗിന് അടിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് വാമപ്പ് അടിക്കുകയാണ്. നമ്മൾ മാക്സിമം അടിക്കുന്നത് 20-20 So, തുടങ്ങിയതൊക്കെ അല്ലേ ഉള്ളു. ഞാൻ സ്ക്വാട്സിന് അധികം ചെയ്യാറില്ല. വാമപ്പ് വാമപ്പ്. സെറ്റ് അടിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ ഇത്ര നാൾ ഇല്ലാതാ ചെയ്തേ. ഇപ്പോൾ ചെയ്ത് നോക്കാം. ഈ ഇപ്പൊ നല്ല പെയിൻ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മള് നല്ല പറയുന്നല്ലോ. അത് വെക്കടാ, ഹെവി വെയിറ്റാ. പെടലി കഴിഞ്ഞ തവണ പോയതാണ്. ഗൈസ് അപ്പോ ഇതാണ് നമ്മുടെ ആപ്സ് ഒന്നും അധികം ഇല്ല. പക്ഷെ അതിനുള്ള വർക്കൗട്ട് ചെയ്യാൻ ചെസ്റ്റ് അത്യാവശ്യം വന്നു. ബട്ട് ആപ്സ് അപ്പൊ ഇതാണ് ബിഫോർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. ലെഗിന്റെ ഹാംസ്ട്രിങ്സിനുള്ള. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡേ തീർന്നു. ഹാംസ്ട്രിങ്ങിന് അടിച്ചു, അതുപോലെ സ്ക്വാട്സും അടിച്ചു. സോ ഇപ്പോ ടോട്ടൽ 5 വർക്കൗട്ടായി. സാധാ 3 സ്പ്ലിറ്റ് ആണ് എടുക്കുന്നത്. പക്ഷെ ഇന്ന് 5 എടുത്തുള്ളൂ. ഒന്നും പ്രീ വർക്കൗട്ട് നേരെ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിട്ടായിരിക്കുന്നു. സോ അപ്പൊ ഇത്രയും മതി. ആപ്സും ഫോറാമും അടിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ടയർഡായി. എന്താ പറയുക, ഒരു എനർജി ഇല്ല. സോ അപ്പോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതോ വരുന്നുണ്ട് ആംസ്ട്രിങ്ങിന് അടിച്ച ഒരാള്. അപ്പൊ ഗൈസ്, സോ നമ്മള് ജിമ്മിന്ന് വന്നതിന് ശേഷമുള്ള വീഡിയോ എടുത്തില്ല. ജിമ്മിന്ന് വന്നു, ലെഗ് അത് രണ്ടും കഴിഞ്ഞു. സോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചു. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നു കുക്ക് ചെയ്യണമായിരുന്നു. ഇപ്പൊ കുക്ക് ചെയ്യണം. സോ പിന്നെ ക്രിയേറ്റിൻ എടുത്തില്ല, ക്രിയേറ്റിൻ എടുക്കണം. സോ അഭിഷേക് ബ്രോ ഉണ്ട്, അപ്പൊ അവന്റെ പ്രോട്ടീൻ ഉണ്ട്. ഭയങ്കര അപ്പൊ ഗൈസ് നമ്മള് ക്രിയാറ്റിൻ എടുക്കാൻ പോവാ. സോ കാണിച്ചു. അപ്പൊ നമ്മള് ക്രിയാറ്റിൻ ഷേക്കിന്റെ കൂടെ എടുക്കുക. സോ ഷേക്ക് അടിച്ചിട്ട് അതിനകത്തിട്ട് നമുക്ക് ക്രിയാറ്റിൻ കുടിക്കാം. അങ്ങനെയാണ് നോർമലി, എപ്പോഴും അങ്ങനെയല്ല. 250 ഗ്രാം 250 ml ആണ് ഉദ്ദേശിക്കുന്നത്. 250 ml ആണ് വേണ്ടത്. അത് ഓൾറെഡി 250 ml.
ഓക്കെ, ഇത് 250 മേളിലുണ്ട്. 250 മേളുണ്ട്. അത് എനിക്ക് കാണാം. എനിക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല, നോക്കാം. അത് ഇച്ചിരി ഇതായതുകൊണ്ട് ഇനി നമുക്ക് ഏത്തപ്പഴം ജസ്റ്റ് കട്ട് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ബനാന ഇട്ടിട്ടുണ്ട്, പീനട്ട്സ്, സോ ഇത് ഒഴിച്ചിട്ടുണ്ട്, പാൽ ഒഴിച്ചിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടി നമ്മൾ കൊക്കോ പൗഡർ കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ഇനി ഇതിനകത്തോട്ട് ജസ്റ്റ് മേക്കപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 സ്കൂപ്പ് ക്രിയേറ്റിൻ. ഓക്കെ, ഷിറ്റ് പോയി, കുറച്ച് പോയി. ഇതൊക്കെ പെരുപ്പടിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഷേക്ക് ചെയ്താൽ മതി, ഷേക്ക് അടിച്ചാലല്ല, ഷേക്ക് ചെയ്താൽ മതി. സോ അങ്ങനെ ഷേക്ക് സെറ്റാക്കി. നല്ലോണക്ക് ക്രിയേറ്റിൻ മിക്സ് ആവാൻ നല്ല പാടാണ്. സോ നല്ലപോലെ ഷേക്ക് ചെയ്യുക. ഒരു 10-30 സെക്കൻഡോളം ഷേക്ക് ചെയ്യുക. സോ നമുക്ക് ചിക്കൻ ഉണ്ടാക്കണം. ചിക്കനിൻ്റെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 മണിക്കൂർ കൂടുതൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് എയർ ഫ്രയർ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ബോയിൽ ചെയ്ത് ഒരു 20 മിനിറ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത്, നോൺ സ്റ്റിക്കിലൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നു. ഗൈസ്, നമുക്ക് ഇത് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം. സോ സംഭവം ഈസിയാണ്. ഈ ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കര പാടാണെന്നാണ്. ബട്ട് വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്ന പോലും സമയമൊന്നും വേണ്ട. സോ ഇത് ഫസ്റ്റ് സെറ്റ് ഇത്ര മതി. സോ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടച്ച് വെക്കാം. ഓക്കെ, ഇനി 20 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ആവശ്യമുള്ളൂ. സോ ഇതൊന്ന് ബോയിലായി ആവട്ടെ. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബൈ ദ വൈ, നമ്മൾ ജസ്റ്റ് വൈറ്റ് സ്റ്റഡി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി എന്തെങ്കിലും അക്കൗണ്ടിന് ഗ്രോത്ത് ഉണ്ടോ. സോ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, നിങ്ങൾക്കറിയാമല്ലോ. സോ അതേപോലെ 1 സബ്സ്ക്രൈബറൊക്കെ കൂടിയിട്ടുള്ളൂ. എന്തായാലും ബിഗിനിങ് ആണ്. ഇനി തന്നെ ഒരു 10-17 സബ്സ്ക്രൈബറിൽ നമ്മൾ ഇത്രയും ഒപ്പിച്ച് തന്നെ വലിയൊരു കണ്ടന്റായിട്ടാണ് ഞാൻ കാണുന്നത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ടോട്ടല് ലാസ്റ്റ് 22 ഡേയ്സിൽ ഏകദേശം 18K സംതിങ് കയറിയിട്ടുണ്ട്. സോ എന്തായാലും ഒരു എത്ര തുടങ്ങിയിട്ട് എന്തായാലും ഒരു മന്ത് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1 മന്ത് സംതിങ്. ഓഗസ്റ്റ് തൊട്ടുണ്ടോ, 6th ജൂലൈ ടു 20th ഓഗസ്റ്റ്. സോ ഇത്രയൊക്കെയാണ് ഗ്രോത്ത്. എന്തായാലും ബിഗിനിങ്ങിൽ തന്നെ ഇത്രയൊക്കെ സപ്പോർട്ട് തന്നതിന് തന്നെ വളരെ നന്ദി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. സോ ഗൈസ്, അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹോളി ഷിറ്റ്. സോ ഗൈസ്, നമുക്കിത് നോൺ സ്റ്റിക്കിലോട്ട് സെറ്റ് ചെയ്യാം. സോ അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് ഗൈസ്, നമ്മൾ ചിക്കൻ സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് മാറ്റി. ഓക്കെ, എന്തോ ഇല്ല, സ്റ്റാർട്ടായിരുന്നു. മയണൈസ് സെറ്റ് ചെയ്ത് ബോയിൽഡ് ചിക്കൻ, ചപ്പാത്തി ഇങ്ങട്, എവറിത്തിങ് ഓക്കെ. ഇങ്ങട് അതിങ്ങട് ചപ്പാത്തി ഡിഷ് ഇങ്ങട്.
അമ്പാടി മ്യൂട്ട് ബട്ടൺ ഓണാക്കി. ചിരി മാത്രമാണ് ആ ചിരിയുണ്ട്. ചിക്കൻ ഇനി വേണം. ഇത് ഇച്ചിരി മേലോട്ട്. നീ അതിനും എടുത്തു. ഇതിന്റെയൊക്കെ വീഡിയോ എല്ലാം എടുത്തായിരുന്നു ചിക്കൻ. സോ നമ്മള് അങ്ങനെ ലാസ്റ്റ് മീൽ പ്രിപ്പ് ചെയ്തു. കഴിക്കാം. സോ അപ്പൊ ഇതാണ് ലാസ്റ്റ് മീല്. എന്താ പറയാനുള്ള? നല്ലൊരു ലോങ് ഡേ ആയിരുന്നു. വെറുത്തിട്ടു എല്ലാം. ഓരോ ഈ ഇത് ഉണ്ടാക്കാനൊന്നും വലിയ പാടൊന്നും ഇല്ല. ആർക്ക് വേണേലും നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അത്രയും പാട് പോലും ഇല്ല. ജസ്റ്റ് മാറിനേറ്റ് ചെയ്യുക, 20 മിനിറ്റ് ബോയിൽ ചെയ്യുക. അല്ല, ഇത് എയർ ഫ്രയറോ ഓവനുള്ളവർക്ക് പറയല്ലേ. ഗ്യാസ് സ്റ്റവ് ഓണാക്കിയില്ല, 20 മിനിറ്റ് ഇവിടെ ടൈമർ വെച്ച് കാത്തിരുന്നു. അവിടെ ചെന്നപ്പോ ആവിയില്ല, പുകയില്ല, ഗ്യാസ് പോലും കത്തിച്ചില്ല. മിസ്റ്റേക്ക് പറ്റിയേക്ക. ഇയാളൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. അറിഞ്ഞാങ്ങ് പറയും. സോ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പൊ സോ നമ്മുടെ മീല് കഴിഞ്ഞു, ഡിന്നർ മീല് കഴിഞ്ഞു. ഇനി എൻഡിങ് ആയി. PCയും സെറ്റപ്പും ഞാൻ എന്തോ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനി ഫുൾ എഡിറ്റിങ്ങിലേക്ക് ഇനിയാണ് ഏറ്റവും പാട്, ഇരുന്ന് എഡിറ്റ് ചെയ്യണം. സോ അപ്പോൾ ഇത് ജസ്റ്റ് ബിഗിനിങ്. എനിക്ക് ഒരു പക്ക പ്രോപ്പർ സെറ്റ് ആയില്ല സത്യം പറഞ്ഞ. ഒരു പ്രോപ്പർ വീഡിയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു 100% എഫേർട്ട് ഇട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതിൽ ഞാൻ വന്നിട്ടില്ല. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എഡിറ്റ്, ഷോർട്സ് ഇടുന്നതിലും റീൽ ഇടുന്നതിലാണ്. ഈ വ്ളോഗിലോട്ട് പക്ക അല്ലെങ്കിൽ ഈ ലോങ് വീഡിയോ ഇടുന്നതിലോട്ട് പക്ക വന്നിട്ടില്ല. അപ്പൊ പയ്യെ ആയി വരികയാണ്. സോ ഇനി ഇരുന്ന് ഇതെല്ലാം എഡിറ്റ് ചെയ്യണം. 4K എക്സ്പോർട്ട് ചെയ്യുന്നത് നല്ല പാടാണ്. 4K എക്സ്പോർട്ട് ചെയ്യാൻ അത്യാവശ്യം പാടാണ്. സോ അത് കാരണം അത് ഫോണിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫോണിൽ നിന്ന് ലാപ്ടോപ്പിലോട്ട് ആക്കി. സോ ഫുള്ള് പ്രശ്നമാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഈ 4K വീഡിയോസ് ഒന്നും എളുപ്പമല്ല. അത് അത്രയും അതിന് എസ്റ്റിമേറ്റഡ് സൈസ് കൂടുതലാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കില്ല. അത്രയും ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാനും പാടാണ്, യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാനും പാടാണ്. സോ അതെല്ലാം ആലോചിക്കണം. ഇപ്പൊ ഞാൻ ഇതില് നേരത്തെ ഡിലീറ്റ് ചെയ്തായിരുന്നു, എന്നിട്ട് ഇപ്പൊ ഒന്നുകൂടെ കയറ്റി. കാരണം ഞാൻ വേറെ VCയിലോട്ട് സ്വിച്ച് ചെയ്യുന്നോണ്ടേ. മൗസ് ഓണല്ല. ഓക്കെ, സാധനം ഡൗൺലോഡ് ആയിട്ടുണ്ട്. മോഡിഫൈലാണ്. പ്രീമിയർ പ്രോ ഉപയോഗിക്കും ഞാൻ. അതിലാണ് എക്സ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വേറെ അതൊക്കെയല്ലേ നമ്മുടെ ഹൈ എൻഡ് സോഫ്റ്റ്വെയർ. അപ്പൊ അതിലേ നമുക്ക് 4K അത്രയും മിനിറ്റ് ഉള്ളത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഫുൾ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് ആണ്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മള് ജിമ്മിന്റെ മീൽസ് പ്രിപ്പയർ ചെയ്ത് എല്ലാം ഒന്നും വീഡിയോ ഒന്നും എടുക്കില്ല. സ്റ്റോപ്പറൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ എന്താ പറയാ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി തൊട്ട് നമ്മള് അത്യാവശ്യം നല്ലൊരു ഭയങ്കര കോർ കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. അത് കൺഫേം ആയിരിക്കും. ഇതുപോലൊന്നും ആയിരിക്കില്ല. ഇത് ജസ്റ്റ് എന്റെ ഒരു ചാനലിനൊരു ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് എന്തായാലും ഷോർട്സും റീൽസ് ഒക്കെ ഇടുന്നത് ഞാൻ പക്കാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ മറ്റോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അപ്പൊ എന്താ, സ്റ്റേ ഹംഗ്രി. എപ്പോഴും നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുക, ബോഡി സെറ്റ് ചെയ്യുക, ഫ്യൂച്ചർ. ഓക്കെ, സോ സൈനിങ് ഓഫ് അദ്വൈതൻ.